എടാ എന്നാ വാപ്പച്ചി വിടത്തില്ല ടൂറിന്. സ്റ്റഡി ടൂറാന്ന് പറയൂ. എന്നാലും വാപ്പച്ചി വിടത്തില്ല, ഉറപ്പാണ്. അതിൽ സമ്മതിച്ചില്ലേ നമുക്ക് പ്രിൻസിപ്പൽ അങ്ങോട്ട് വിളിപ്പിക്കാം. രശ്മിക്കണ്ട വാ. സാറേ എന്താണ് എന്താണ് ഇങ്ങോട്ട് വന്നോ. ഇവിടെ വന്നാൽ മതി. ഇങ്ങോട്ട് വാ, പുറത്ത് ഒരു കാര്യം പറയണ്ട. പുറത്തൊന്നും പോകണം, ഇവിടെ സംസാരിച്ചാൽ മതി. എന്താ സാറ് രവിയണ്ണനെ കളിയാക്കിയാ? രവിയണ്ണനെ തെണ്ടിന്ന് വിളിച്ച് കളിയാക്കിയാണ്. അതാണ് കാര്യം. എടാ ഇവന്റെ കോലം കണ്ട് ആരും വിളിച്ചു പോകും. ചിരിക്കണം സംഗതി നടക്കൂല. എന്താടാ സാറ് ചിരിക്കൊന്നും വേണ്ട. രവിയേട്ടൻ ഇവിടുത്തെ സീനിയർ വിദ്യാർത്ഥിയാണ്. രവിയേട്ടനെ തെണ്ടിന്ന് വിളിച്ചാൽ ഞങ്ങൾ കൂടി വിളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത്. എടാ നിനക്ക് പിന്നില്ലേടാ രവി? എടാ ഞാനൊന്ന് പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തോ പെട്ടെന്ന് ദേഷ്യം കലിപ്പാൻ വിളിച്ചതാടാ പൊന്നെ. എനിക്ക് നിന്നെ ഏറ്റവും ഇഷ്ടം. നീ എന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് കൂടെ അല്ലേ? നീ ഒന്നാ ടെസ്റ്റ് ആയിട്ട് നടക്കും. ഇത് നോക്കിയേ, നല്ല ടീഷർട്ട് പാൻസൊക്കെ സാറ് വാങ്ങിച്ചാൽ പോരെ? നീയേ നീ ഫീൽ ചെയ്താ വിഷമമായാ? വിഷമം എടാ ഞാൻ സോറിടാ നീ ഇത്ര ഭയങ്കര എനിക്ക് കുറച്ച് വിഷമമായി. അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല, പിന്നെ സാറ് ഇത്രയും സോഫ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അയ്യോ നീ ഭയങ്കര സെൻസിറ്റീവ് ആണ്. സ്നേഹം ഉണ്ടല്ലോ അത് മതി. അപ്പൊ ഞാനേ ഈ പ്രശ്നം ഉണ്ടായപ്പോ യവന്മാരുടെ അടുത്ത് പറഞ്ഞേ സാർ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഇവിടെ അപ്പൊ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും യവന്മാർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് സാറിൻ്റെ ഒന്ന് ചോദിക്കാൻ പോവാം. പോയിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാർ ചിലപ്പോൾ അടിക്കുകയാണെങ്കിൽ അപ്പൊ അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതാകെ പ്രശ്നമാവുമല്ലോ, സാറിന് നാണക്കേടാവുമല്ലോ, സാറിന് ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഇവനാണ് പറഞ്ഞു പുറിഞ്ചു അവ ഷൂട്ട് ചെയ്യും. നീ ഷൂട്ട് ചെയ്യടാ കണ്ടേ കാണ്ടൊന്നും കണ്ടേ. കൊള്ളാട്ടെ, എന്റെ ശരി നന്നായിട്ടുണ്ട്. നിങ്ങൾ പരിപാടി കാണിക്കല്ലേ? പരിപാടിയാ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നായി നിങ്ങളുടെ തനി സ്വഭാവം കാണിക്കും. എന്തൊരു സ്വഭാവം? തണ്ടി തരും. തണ്ടി തരണോ? എടാ നിനക്ക് വേണ്ടി തന്നെ ഞാൻ തണ്ടി തന്നെ കാണിച്ചത്.